ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്മാർട്ടിഫൈയുടെ സ്മാർട്ട് റിട്രോഫിറ്റ് സ്വിച്ചുകൾ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഫോണുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്മാർട്ടിഫൈയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 പ്രൊഡക്റ്റുകളാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് 4 റിട്രോഫിറ്റ് മോഡൽ തന്നെയാണ്. ഈ മോഡലുകൾ നമ്മുടെ നിലവിലുള്ള സ്വിച്ച് ബോർഡിൻ്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ബോർഡ് സ്മാർട്ടായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മോഡലും എത്ര വാട്ട്സിൽ നമുക്ക് കണക്ട് ചെയ്യാം, എത്ര ഡിവൈസുകൾ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ഒരു മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് NS11 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് ഒറ്റ ഡിവൈസ് മാത്രമാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 3000 വാട്ട്സ് വരെ കണക്ട് ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലാണ്. അതായത് നമുക്ക് AC, മോട്ടോറുകൾ, ഹീറ്ററുകൾ തുടങ്ങിയവയൊക്കെ തന്നെ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു മോഡൽ എന്ന് പറയുന്നത് NS21 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് 2 ഡിവൈസുകൾ കണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ ലോ വാട്ട്സിലുള്ള ഡിവൈസുകൾ മാത്രമാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ലൈറ്റുകൾ, ഫാനുകൾ, TV തുടങ്ങിയവയൊക്കെ തന്നെ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു മോഡൽ എന്ന് പറയുന്നത് NS41 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് 4 ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതും നിർമ്മിച്ചിരിക്കുന്നത് ലോ വാട്ട്സിലുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു മോഡൽ എന്ന് പറയുന്നത് NS81 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് 8 ഡിവൈസുകൾ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതും മേക്ക് ചെയ്തിരിക്കുന്നത് ലോ വാട്ട്സിലുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ഇതെല്ലാം വരുന്നത് പ്രോ സീരീസിലാണ് വരുന്നത്. മറ്റുള്ള മോഡലുകൾ എന്ന് പറയുന്നത് NS51, NS61, NS41, NS21, NS61 തുടങ്ങിയ മോഡലാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഡിവൈസാണ്. ഇത് NS21 എന്ന് പറയുന്ന മോഡലാണ്. അതായത് 2 ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക ഒരു കാറ്റലോഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു വയറിംഗ് ഡയഗ്രവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വയറിംഗ് ഡയഗ്രാം തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഈ പിക്ചറിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് നമ്മളിത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു QR കോഡ് കാണാം. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ മറ്റുള്ള എല്ലാ ഡിവൈസുകളുടെ കൂടെയും വയറിംഗ് ഡയഗ്രാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിലെങ്ങനെയാണോ വയറിംഗ് ഡയഗ്രാം ഉള്ളത് അതുപോലെ മറ്റുള്ള ഡിവൈസുകളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്മാർട്ടിഫൈ ഡിവൈസുകൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് പരിശോധിക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന 2 പോർട്ട് ഡിവൈസ് തന്നെയാണ്. NS21 എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ കവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതെവിടെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഞാൻ ഡയഗ്രവും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോഡ്യൂളും അതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ N എന്ന് എഴുതിയ ഭാഗത്ത്, അതായത് ന്യൂട്രൽ എന്നാണ് N എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മൾ ന്യൂട്രലിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ L എന്നാൽ ഫേസ് ആണ്, അതായത് ലൈൻ, അവിടെ നമ്മൾ ഫേസ് കണക്ട് ചെയ്യുക. പിന്നെ P1 എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണുന്നുണ്ട്, അത് നമ്മൾ ലോഡുമായിട്ട് കണക്ട് ചെയ്യുക. P2ഉം ലോഡുമായിട്ട് കണക്ട് ചെയ്യുക. ഈ ലോഡിലേക്ക് ന്യൂട്രൽ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളിത് 2 പോർട്ട് ഡിവൈസ് ആയതുകൊണ്ടാണ് P1ഉം P2ഉം മാത്രം കാണുന്നത്. അത് 4 പോർട്ട് ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ P4 വരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ 8 പോർട്ട് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ P8 വരെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ S1ഉം S2ഉം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. S1 നമ്മൾ സ്വിച്ച് 1ൻ്റെ മുകളിലെ പോയിന്റുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ S2 സ്വിച്ച് 2വിൻ്റെ മുകളിലെ പോയിന്റുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചിലേക്ക് ഫേസും അഡീഷണൽ ആയിട്ട് എത്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നുണ്ടായിരിക്കും. ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ധൈര്യമായി സർക്യൂട്ട് ഓൺ ആക്കാം.
നമ്മളപ്പോൾ ആ വയറിംഗ് ഡയഗ്രത്തിലേതുപോലെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് നമ്മൾ സ്മാർട്ടിഫൈഡ് 2 പോർട്ട് ഡിവൈസ് എടുത്തിട്ടുണ്ട്, 2 സ്വിച്ചുകൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പെൻഡൻ ഹോൾഡറുകൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വയറുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ന്യൂട്രലാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ന്യൂട്രലും, അതായത് ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ന്യൂട്രലും അതുപോലെ തന്നെ ലോഡിലേക്കുള്ള ന്യൂട്രലും ഒക്കെ തന്നെ ഞാൻ ഈ ഡിവൈസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. രണ്ട് ഹോൾഡറിൻ്റെയും ന്യൂട്രലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് മെയിൻ ഇൻപുട്ട് ന്യൂട്രലാണ്. നമുക്ക് ഡിവൈസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ കൊടുത്താൽ മതി. ലോഡിൻ്റെ ന്യൂട്രൽ ഇതിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എവിടെയാണ് നമുക്ക് ന്യൂട്രൽ അവൈലബിൾ ആയിട്ടുള്ളത് അവിടുന്ന് നമുക്ക് ലോഡിൻ്റെ ന്യൂട്രൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രൽ ഇവിടെ കൊടുത്തിട്ട് ഉള്ളത്. അപ്പോൾ N എന്ന് എഴുതിയ പോർട്ടിൽ നമ്മൾ ന്യൂട്രലാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫേസ് കൊടുക്കാം. ഈ L എന്ന് എഴുതിയ പോയിന്റിലാണ് നമ്മൾ ഫേസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ റെഡ് വയർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചിലേക്കുള്ള ഫേസും ഞാൻ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഔട്ട്പുട്ട് സർക്യൂട്ടിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഫേസ് കൊടുക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഫേസ് ഇത് ഡിവൈസിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള ഫേസും ഇത് സ്വിച്ചിലേക്കുള്ള ഫേസുമാണ്. ഇനി നമ്മൾ ലോഡ് കണക്ട് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ ന്യൂട്രൽ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ P1ലാണ് ലോഡ് കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. അത് P2ലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്തു, ഈ ഡിവൈസിലേക്കുള്ള ന്യൂട്രൽ കണക്ട് ചെയ്തു, അതുപോലെ തന്നെ ലോഡിലേക്കുള്ള ന്യൂട്രൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈസിലേക്കുള്ള ഫേസ് നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് നമ്മൾ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. സ്വിച്ചിലേക്കുള്ള ഫേസ് നമ്മൾ ഡിവൈസിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എവിടെ നിന്നാണോ ഫേസ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡിവൈസിൽ നിന്ന് തന്നെ ഫേസ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിവൈസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ന്യൂട്രലും ലോഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിവൈസിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എവിടെയാണോ നമുക്ക് ന്യൂട്രൽ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ന്യൂട്രൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്വിച്ചിലേക്ക് ഫേസ് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം സ്വിച്ച് ലിങ്ക് ചെയ്യാണ്. സ്വിച്ചിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ലിങ്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ സാധാരണ വയറിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ്. താഴെ നമ്മൾ ഫേസ് കൊടുക്കുകയാണ്. 2 സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഫേസ് കൊടുക്കാം. ഇപ്പോൾ സ്വിച്ചിലേക്ക് ഫേസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇൻപുട്ട് ഫേസ്, അതുപോലെ തന്നെ ആ ഫേസ് നേരെ വന്ന് സ്വിച്ചിൻ്റെ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതേ ഫേസ് തന്നെ നേരെ മറ്റൊരു സ്വിച്ചിൻ്റെ താഴെയും എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഡിവൈസിൻ്റെ ഔട്ട്പുട്ടാണ്. അത് സ്വിച്ചിലേക്കുള്ള ഔട്ട്പുട്ടാണ്. ഇവിടെ S1 S2 എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരിക്കും. അപ്പോൾ S1 എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി S2 എന്ന് പറയുന്ന ഈ ഒരു പിന്ന് നമ്മൾ
രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകളിലെ ടെർമിനലിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിവൈസിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തു, അതുപോലെ തന്നെ ലോഡും കണക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2 ലൈറ്റ് ലോഡുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തും ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ഷൻ കംപ്ലീറ്റ് ആയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലേ സ്റ്റോറിൽ പോകുക. പ്ലേ സ്റ്റോറിൽ പോയി സ്മാർട്ടിഫൈ എന്ന് ടൈപ്പ് ചെയ്യുക. സ്മാർട്ടിഫൈ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തും ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും തെളിഞ്ഞു വരിക. നമ്മൾ അലോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഞാൻ എൻ്റെ ഇമെയിൽ ID ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈൻ അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് പാസ്വേഡ്, നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നമുക്ക് കൊടുക്കാം. പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യാൻ ചോദിക്കും, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും, അവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ID ഒരു OTP വരും. ആ OTP നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആക്ടിവേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് തെളിഞ്ഞു വരും. ആ ഇൻ്റർഫേസിൽ ആഡ് ബട്ടണിൽ നമ്മൾ ഡിവൈസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇതിലേക്ക് നമ്മുടെ എല്ലാ ഡിവൈസിൻ്റെ കൂടെയും അതിൻ്റെ ബോക്സിലും ഡിവൈസിലും സീരിയൽ നമ്പറും ആക്ടിവേഷൻ കോഡും ഉണ്ടായിരിക്കും. ആ സീരിയൽ നമ്പറും ആക്ടിവേഷൻ കോഡും തെറ്റാതെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ ഒരു ടോപ്പ് പോർട്ട് ഡിവൈസിൻ്റെ സീരിയൽ നമ്പറും ആക്ടിവേഷൻ കോഡാണ് ഇവിടെ കൊടുക്കുന്നത്. ആക്ടിവേഷൻ കോഡും സീരിയൽ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ 2 പോർട്ട് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ 2 ഡിവൈസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് 4 പോർട്ട് ആണെങ്കിൽ 4 സ്വിച്ചുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 8 പോർട്ട് ആണെങ്കിൽ 8 സ്വിച്ചുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏത് ഡിവൈസാണോ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് സ്വിച്ചുകൾ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡിവൈസ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോണും വൈഫൈയും ഡിവൈസുമായിട്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന കണക്ഷനിലേക്ക് നമ്മൾ LED ബൾബ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈസ് പവറപ്പ് ചെയ്യാനായിട്ട് പവർ സപ്ലൈയും എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഡിവൈസിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊരു ബ്ലൂ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഗ്രീൻ ലൈറ്റും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്മാർട്ടിഫൈഡ് ഏതൊരു ഡിവൈസും പർച്ചേസ് ചെയ്തതിന് ശേഷം വയറിംഗ് ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ വയറിംഗ് ചെയ്യുക. അതിനുശേഷം പവർ ഓണാക്കുക. പവർ ഓണാക്കുന്ന സമയത്ത് ഡിവൈസിൻ്റെ ബാക്കിലുള്ള ഗ്രീൻ ലൈറ്റ് നോർമലായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം ഏതൊരു ഡിവൈസ് ആണെങ്കിലും ശരി, അതിലെ ഒന്നാമത്തെ സ്വിച്ച് ഒരു 7 ടൈംസ് ഓണും ഓഫും ചെയ്യുക. ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗ്രീൻ ലൈറ്റ് സ്പീഡിൽ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്താണ് ഡിവൈസ് സെറ്റിംഗ് മോഡിലേക്ക് വീഴുന്നത്. ഈ സമയത്താണ് നമ്മളുടെ ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മുടെ വൈഫൈൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഡിവൈസും വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആവും. കുറച്ച് നേരം ബഫറിംഗ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഡിവൈസ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഡിവൈസിലെ സ്വിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ ഡിവൈസ് സെറ്റിംഗ് മോഡിലാണുള്ളത്. ഈ സമയത്ത് നമുക്ക് ഡിവൈസിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ വൈഫൈ ഐക്കണിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. നെക്സ്റ്റ് ബട്ടൺ അടിക്കുക. അപ്പോൾ അവിടെ ഡിവൈസിൻ്റെ കോഡ് ഓപ്പൺ ആയിട്ട് വരും. അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് വൈഫൈ നെറ്റ്വർക്ക് കാണിക്കും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്ക് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ കണക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. അതിൽ കണക്റ്റിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്യുക. ഡിവൈസ് വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ വൈഫൈയുടെ മുകളിലുള്ള ഐക്കണല്ല, ഓരോ സ്വിച്ചുകളുടെയും അടുത്തുള്ള വൈഫൈ ഐക്കൺ ഓറഞ്ച് നിറത്തിൽ കാണുന്നതായിരിക്കും. അങ്ങനെ ഓറഞ്ച് നിറത്തിലാണ് കാണുന്നതെങ്കിൽ ഡിവൈസ് വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലുള്ള റീഫ്രഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വയറിങ്ങും മറ്റ് സെറ്റിങ്സും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൊബൈൽ ഫോണിൽ സ്വിച്ചുകളൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ലാമ്പ് വർക്ക് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ രണ്ടാമത്തെ ലാമ്പും ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ രണ്ട് ലാമ്പുകളും ഓഫ് ആയിട്ടുണ്ട്. ഇനി മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. രണ്ട് ലാമ്പുകളും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് സ്മാർട്ടിഫൈയുടെ വയറിങ്ങും മറ്റ് സെറ്റിങ്സും എല്ലാം ചെയ്യുന്നത്.